ദുരന്തം തട്ടിയെടുത്ത കൂട്ടുകാരുടെ ഓർമ്മയിൽ അവർ ഒരു നിമിഷം മൗനമാചരിച്ചു. ഉരുൾപൊട്ടിയെത്തിയ ഓർമ്മകൾ പലരിലും സങ്കടം നിറച്ചു. ദുരിതാശ്വാസ ക്യാമ്പായി പ്രവർത്തിച്ച ക്ലാസ് മുറികളിലേക്ക് പുസ്തകങ്ങളുമായി അവർ എത്തി. ദുരന്തത്തിന്റെ കെടുതികൾ നേരിട്ട് അനുഭവിച്ചവരും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. വീടുണ്ട്, പക്ഷെ ഉപയോഗിക്കാൻ പറ്റില്ല. പകുതി മുക്കാലും കയറി ചളിയായി. വീട് എവിടെയായിരുന്നു? ചൂരന്മല സ്കൂളിന്റെ ബേക്കില്. വീട് നഷ്ടപ്പെട്ടോ? വീട് പോയി. ഇപ്പൊ എവിടേക്ക് വാടകയ്ക്ക് മാറി? കൈനാട്ടി. അപ്പൊ അവിടെ എല്ലാം റെഡിയായി? റെഡി. ഇപ്പൊ ചൂരന്മല ഇതായിട്ട് സർക്കാർ ആക്കി തന്ന കോട്ടേഴ്സിലാണ്. ദുരന്തബാധിതരായ കുട്ടികൾക്ക് കൗൺസിലിംഗിനടക്കമുള്ള സൗകര്യവും സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട്. കൗൺസിലേഴ്സ് വരുന്നുണ്ട്. ഈ മൊത്തം കുട്ടികളെ കാണുവാൻ വേണ്ടി എല്ലാ തരത്തിലും നമ്മൾ അവരുടെ കൂടെ തന്നെ ഒപ്പമുണ്ട്, ചേർത്ത് നിർത്തുന്നുണ്ട്. തുടർ പ്രവർത്തനമായിട്ട് തന്നെയുണ്ട്. അവർക്കൊരു യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ ഉള്ള എല്ലാ നടപടികളും നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. ഉരുൾപൊട്ടലിൽ തകർന്ന വെള്ളാർമല ഹൈസ്കൂളിലെയും മുണ്ടക്കൈ GLPയിലെയും കുട്ടികൾക്കും മേപ്പാടി ഹൈസ്കൂളിലാണ് തുടർ പഠനം ഒരുക്കുന്നത്. സെപ്റ്റംബർ 2 ഇവർക്ക് ക്ലാസുകൾ തുടങ്ങുക. മാതൃഭൂമി ന്യൂസ്, വയനാട്.